ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു നൊസ്റ്റാൾജിക് വ്ളോഗാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചിലക്കൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ കശുവണ്ടിയൊക്കെ ചുടാറുണ്ട്. ഇപ്പം വളരെ അപൂർവമാണ്, എവിടെയും അങ്ങനെ ചുടുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഞങ്ങൾ ചുടുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഓല വെച്ച് അതിൻ്റെ മേലെ കശുവണ്ടി ഇങ്ങനെ വെക്കും. പിന്നെയും അതിൻ്റെ മേലെ ഓല വെച്ച് പേപ്പർ വെച്ചിട്ടോ മറ്റോ കത്തിക്കുമെന്ന്. അപ്പോഴേക്കും കശുവണ്ടിയൊക്കെ കത്താൻ വേണ്ടി തുടങ്ങും. അതിനുശേഷം ഇതുപോലൊരു വടിയെടുത്തിട്ട് മെല്ലെ കശുവണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക, എന്നാലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടൂ. അപ്പോൾ അതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചുടുമ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, നന്നായി അടുത്ത് നിൽക്കാൻ പാടില്ല. അതായത് ഇത് കത്തുമ്പം തന്നെ ചില സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളും. അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹൈജി ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ കാണുന്നത്. അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്, ഇരുന്നിട്ട് നോക്കുന്നുണ്ട് ഇതെന്താ എങ്ങനെയാന്നൊക്കെ നോക്കുന്നുണ്ട് ആള്. അപ്പോൾ ഏകദേശം സംഭവമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെള്ളം കൊടുത്തിട്ട് ആ തീയൊന്ന് അണക്കുക. പിന്നീട് അത് തണിഞ്ഞതിന് ശേഷം ഒരു ചിരട്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുട്ടിക്കൊടുത്തതിനാൽ തന്നെ ആ കശുവണ്ടി തുറന്ന് വന്ന് അതിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ ആ കാഷ്യൂ. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാട്ടോ ഉമ്മ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഹൈജിക്ക് ഇത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കുന്നത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാട്ടോ ഓർമ്മ വരുന്നത്. ആ ഒരു കശുവണ്ടിൻ്റെ സീസൺ ടൈമിൽ ഞങ്ങൾ അധികം ഇതാക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിച്ചവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കര ടേസ്റ്റാണിത്. ഇങ്ങനെയാണ് ഞങ്ങൾ കശുവണ്ടി ചുടാറ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.